ആദ്യമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചുമതലയെടുക്കാൻ പോകുന്ന താങ്കൾക്ക് ഞങ്ങളുടെ എല്ലാവിധ അഭിമാനം. നമ്മൾ ഇപ്പം AN രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു നേതാവിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ വർഷങ്ങളായി BJP സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിച്ചു വച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നരേന്ദ്രമോദി എന്നൊരു നേതാവിനെ ഇന്ത്യ ഒരു രാജ്യം ഭരിക്കാനായിട്ട് വളരെ വൈകിയോ? അല്ല, തീർച്ചയായിട്ടും അത് വളരെ പ്രകടമാണല്ലോ. കാരണം നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതോടുകൂടി രാജ്യത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ ഒരു വലിയ അഭിമാനമുള്ള രാജ്യമായിട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ ആകാമായിരുന്നു, നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്നത് അത് വളരെ പ്രകടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൻമോഹൻ സിംഗ് കഴിഞ്ഞ 5-10 വർഷം ഇന്ത്യ ഭരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം ധനമന്ത്രിയായിരുന്നു, RBI ഗവർണറായിരുന്നു, അങ്ങനെ ഒരുപാട് നിലകളിൽ വർക്ക് ചെയ്ത ഒരാളാണ്. പലപ്പോഴും പറയുന്നുണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു അടിത്തറയുടെ മുകളിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി എന്ന നേതാവ് തൻ്റെ രാജ്യത്തെ ഉയർത്തിക്കാട്ടണമെന്നുള്ളൂ. അതായത് ഒരാൾ അടിത്തറ പാകി അതിനകത്ത് ഒരു വീട് പണിതു, അത്രമാത്രമാണ് ചെയ്യുന്നതെന്നുള്ളൂ. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയവും രാജ്യവും എപ്പോഴും രണ്ടും രണ്ടാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ തുടർച്ചയാണ് പലപ്പോഴും എല്ലാ ആളുകളും മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ വിഷയം ഇച്ഛാശക്തിയുടെയാണ്. ഇപ്പോൾ രാജ്യത്ത് പല വിഷയങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ജനൌഷധി ശാലകളുണ്ട്, മെഡിക്കൽ ഷോപ്പ്. സത്യത്തിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് വന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലയളവിലാണ്. മൻമോഹൻ സിംഗ് ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും തുടങ്ങുകയും ചെയ്തതിന് ശേഷം വലിയ മെഡിക്കൽ ലോബികളുടെ സമ്മർദ്ദവും അഴിമതിയായിട്ട് ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് പോലും അവർക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് രാജ്യത്ത് മുഴുവൻ നടപ്പാക്കിയത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ മൻമോഹൻ സിംഗ് തുടങ്ങി എന്ന് പറഞ്ഞിരുന്ന കാര്യം, കാരണം മൻമോഹൻ സിംഗിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വിഷയങ്ങളുടെ അടിമകളായിട്ട് നിൽക്കണം. അവർക്ക് രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ ഇച്ഛാശക്തിയോ കോൺഗ്രസിനോ ബഹുമാന്യനായ മൻമോഹൻ സിംഗിന് ഇല്ലാതെ പോയി. അപ്പോൾ അതുകൊണ്ട് അവർ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടാണ് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. കഴിവുണ്ട്, പക്ഷെ അത് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാണ് മൻമോഹൻ സിംഗ് എന്ന നേതാവിന് പറ്റിയ പാട്. അല്ല, മൻമോഹൻ സിംഗിന് വ്യക്തിപരമായിട്ട് ഞാൻ കൊച്ചായി കാണാൻ വേണ്ടി ഞാൻ തയ്യാറില്ല. ഞാൻ ഉദ്ദേശിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു വിഷൻ ഉണ്ടാവണം. ആ വിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ടീം ഉണ്ടാവണം, അതിനുള്ള ദൃഢത ഉണ്ടാവണം, പബ്ലിക്കിന് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട്. ആ തലങ്ങളിൽ മുൻഗണനാക്രമത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരിക്കലും ചെയ്യാറില്ല. ഇപ്പോൾ BJP അവിടെ വ്യത്യാസം വരുന്നതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവന് വേണ്ടിയാണ്. അവിടെയാണ് അദ്ദേഹം പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നത്. നമ്മൾക്ക് ലോകത്തിലൊരു രാജ്യത്തില്ല 2022 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ എല്ലാവർക്കും വീടാണ്. ഒരു പ്രധാനമന്ത്രിയുടെ വിഷനാണിത്. ഇന്ത്യയിൽ എല്ലാവർക്കും സൗജന്യമായി, പാവപ്പെട്ട മുഴുവൻ ആളുകൾക്ക് സൗജന്യമായി വീട്, മിഡിൽ ഇൻകം ഗ്രൂപ്പിന് സബ്സിഡി ലോൺ അടിസ്ഥാനത്തിലുള്ള വീട്, സൗജന്യമായി വീട് കൊടുക്കുന്നു. എല്ലാ പാവപ്പെട്ട ആളുകൾക്കും സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുന്നു. ദീനദയാൽ ഉപാധ്യായയുടെ പേരിൽ പാവങ്ങൾക്ക് മുഴുവൻ സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കുന്നു. സ്വച്ഛ് ഭാരതിൻ്റെ പേരിൽ പാവപ്പെട്ട മുഴുവൻ സൗജന്യമായ ലാട്രിൻ പണി കൊടുക്കുന്നു. അങ്ങനെ സാധാരണക്കാരായിട്ട് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ജീവിക്കാൻ മാർഗമില്ലാത്ത സാധാരണ ആളുകൾ, ദാരിദ്ര്യരേഖ താഴെ ജീവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഒരു നിലപാട് എടുത്തു. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്താണോ പ്രതീക്ഷിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, അത് സമയബന്ധിതമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി ലോകത്തിന് തന്നെ മാതൃകയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയിൽ വിശ്വാസമുണ്ട്. കാരണം ഇപ്പോൾ കോൺഗ്രസിന് ബഹുമാനായിട്ടുള്ള മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ആർക്കും വിശ്വാസമില്ല. അയാൾ ചിദംബരം ജയിലിൽ പോയി. കൂടെ നിൽക്കുന്ന ആളുകൾ 1 by 1 ആയിട്ട് ജയിലിൽ പോകുമായിരുന്നല്ലോ. നരേന്ദ്രമോദി 5 വർഷം ഭരിച്ചപ്പോൾ 2ാമത്തെ ടൈമാണ്. ആർക്കെതിരായിട്ട് സാമ്പത്തിക ആക്ഷേപമില്ല, ആർക്കെതിരായിട്ട് സിംഗിൾ വ്യക്തിപരമായ ആക്ഷേപങ്ങളില്ല. അതൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. എല്ലാ വിഷയത്തിലും വളരെ ക്ലാരിറ്റി ഉണ്ട്. എല്ലാ വിഷയത്തിലും നല്ല മോണിറ്ററിങ് ഉണ്ട്. എല്ലാ സംഭവത്തെക്കുറിച്ച് രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങളുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് സമയമുണ്ട്. അത് നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇൻഫ്രാസ്ട്രക്ചർ വികസനം, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടക്കുന്ന രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. അതിനൊരു വിവേചനമില്ല. ഇപ്പോൾ സംസ്ഥാനം, ഇപ്പോൾ കേരളം ഭരിക്കുന്ന CPM ആണ്, അതുകൊണ്ട് അവരുടെ വിവേചനം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്നവർ, അതില്ല. അതിന് പകരം ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി പണം സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുകയാണ്, ആവശ്യമുള്ള പണം കൊടുക്കുകയാണ്, അതിന് ബ്ലോക്കില്ല. അങ്ങനെ അത് എല്ലാ വിഷയത്തിനെ സംബന്ധിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ് നല്ല മോണിറ്ററിങ് കൂടി നടത്തുകയാണ്.
ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് ചെക്കിംഗ് ഒന്നുമില്ല. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്താൽ അത് തീർത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വർഷം 10% അഡീഷൻ കൊടുക്കും. സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവും. സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താതെ പിന്നെ രണ്ടാമത് ഫണ്ട് കൊടുക്കില്ല. അത് നല്ല വ്യക്തതയുണ്ട്. അത് മോഡിയുടെ ഒരു പ്രത്യേകതയും മാനേജ്മെൻറ്റും അതിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഭവന പദ്ധതിയുടെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് 2 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തു. ശരിക്കും അതിനകത്തൊരു ആരോപണം വരുന്നുണ്ട്, സംസ്ഥാന സർക്കാരല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്, സംസ്ഥാനം അത് സ്വന്തം കീശയിലാക്കിയെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, ഇത് വളരെ രസകരമായ സംഭവം. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ള പദ്ധതി ഓൾ ഇന്ത്യ ലെവലിൽ നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയാണ്. അതിനെ സംബന്ധിച്ച് നമ്മുടെ നിയമസഭയിൽ നക്ഷത്രമാർക്കുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അനൂപ് ജേക്കബിൻ്റെ ചോദ്യം നക്ഷത്രമാർക്കുള്ള ചോദ്യമാണ്. അതിന് മറുപടി ഒരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ഈ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൽ ഭവനരഹിതരായ ആളുകൾ ലിസ്റ്റ് എടുത്തിരുന്നു. ആദ്യത്തെ ഒരു ഫസ്റ്റ് റൗണ്ട് ലിസ്റ്റിൽ തന്നെ ഏതാണ്ട് 76,000-ഓളം ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് പെർമനന്റ് വീടില്ലാത്തവരുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അത് ഫസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് അയച്ചു. ആ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 42,600 വീടുകൾക്ക് അലോട്ട്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ ഈ പിണറായി ഇപ്പം സംസാരിക്കുമ്പോൾ 16,000 വീട് അതിൽ പണിതിട്ടുള്ളൂ. വെറും 16,000 രൂപ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ ചില അലോക്കേഷൻ നിശ്ചയിച്ചു. ആ ഫസ്റ്റ് അലോക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് 1.5 ലക്ഷം രൂപ. ആരാണ് ഇൻഡിവിജ്വൽ അയാൾ 50,000 രൂപ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 50,000 രൂപ, സ്റ്റേറ്റ് ഗവൺമെൻറ് 50,000 രൂപ. അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്താ വെച്ചാൽ അവർ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ഇതുപോലുള്ള സാമൂഹ്യ സർവീസ് സംഘടനകൾ ഉപയോഗിച്ചിട്ട് ആ ഇൻഡിവിജ്വലിൻ്റെ പൈസ അവരെ കൊണ്ട് കൊടുപ്പിച്ചു. കേരളം എന്താ വെച്ചാൽ എല്ലാത്തിനും പേര് മാറ്റിക്കളയും. അതാണ് പിണറായി വിജയൻ്റെ പരിപാടി. ആ പേര് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇത് തന്നെ പേര് മാറ്റി ലൈഫ് എന്നാക്കി. എന്നിട്ട് 4 ലക്ഷം രൂപ അനൗൺസ് ചെയ്തു. ഈ 4 ലക്ഷം രൂപ അനൗൺസ് ചെയ്യുമ്പോഴും കേരള ഗവൺമെൻറ്റിന് 50,000 ചിലവുള്ളൂ. 2 ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചിലവഴിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണത്തിൽ കോൺഗ്രസ് ഉണ്ടാവും, BJP പാലക്കാടുണ്ട്, പല പഞ്ചായത്തുകളിലും BJP ഉണ്ടാവും, ലീഗ് ഉണ്ടാവും, പല പാർട്ടി ഉണ്ടാവും. അവരാണ് ഈ 2 ലക്ഷം രൂപ മുടക്കേണ്ടത്. അപ്പോൾ 4 ലക്ഷം രൂപയുടെ ലൈഫ് പദ്ധതിയിൽ വെറും 50,000 രൂപയാണ് പിണറായി വിജയൻ്റെ റോള്. നമ്പർ 1. നമ്പർ 2, ഈ എല്ലാ വീടുകൾ പണിയുന്നതിലും 100 മുതൽ 150 വരെ തൊഴിൽ ദിനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് തൊഴിലുറപ്പ് അത് ഫ്രീ. അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പൈസയാണ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ പൈസയാണ്. 2, അവിടെ വൈദ്യുതീകരണം ഫ്രീ ആണ്. അത് പണ്ട് ദീനദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള ഫണ്ടാണ്. അതിൽ 15,000 രൂപ ലാറ്റിൻ വെച്ചിട്ടുണ്ട്. ആ ലാറ്റിൻ്റെ ഫണ്ട് കേന്ദ്ര സ്വച്ഛ് ഭാരതിൻ്റെ ഫണ്ടാണ്. ഇത് മുഴുവൻ ഉപയോഗിച്ചിട്ട് 2,000 വീട് കൊടുത്തു, 2 ലക്ഷം രൂപ കൊടുത്തു. വലിയ തട്ടിപ്പല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പം നരേന്ദ്രമോദി സർക്കാരിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത്, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഒരു ആരോപണം വരുന്നില്ല സർക്കാരിനെതിരെയാണ്. അപ്പം അതിനകത്ത് പരോക്ഷമായി പറയുന്നൊരു സംഭവമുണ്ട്, നമ്മുടെ മാധ്യമങ്ങളെല്ലാം വായി മൂടിക്കെട്ടിയിരിക്കുകയാണ്. പണ്ട് അടിയന്തരാവസ്ഥ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു അടിയന്തരാവസ്ഥ പോലെയാണ്. പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങളുടെ മേൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ 2 ചാനലുകൾ ബ്ലോക്ക് ചെയ്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ലേ ആരോപണങ്ങൾ പുറത്ത് കാണാൻ? ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു ചാനലിലാണ്, മാലോകരൊക്കെ കാണുന്ന ഒരു ചാനലിന്റെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് രാജ്യത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ സംഭവങ്ങളും ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലാർക്കും വേറെ കൈകടത്തില്ല. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അങ്ങനെ സംഭവങ്ങളുടെ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതികരിക്കുക. എൻ്റെ അറിവിൽ ഈ കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ 2ാം ഘട്ടം നമ്മൾ ഈ സംസാരിക്കുന്നവരെ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച നടന്നിട്ടില്ല, പാർലമെന്റിൽ പ്രതിഷേധം നടന്നിട്ടില്ല. ഇന്ത്യയുടെ ഒരു സംസ്ഥാന നിയമസഭയിൽ അകത്തും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിട്ടില്ല, ഒരു ചർച്ച നടന്നിട്ടില്ല. പിന്നെ ഇന്നലത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ളൊരു ചാനൽ അങ്ങനെ ചെയ്യാമോ? മീഡിയ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് സ്പിരിറ്റ് ഉണ്ട്. ഏഷ്യാനെറ്റ് എന്ത് ചെയ്യുന്നത്? പൊളിക്കാത്ത പള്ളി പൊളിച്ചു എന്ന് അനൗൺസ് ചെയ്യാം. ആളുകളുടെ ഭയപ്പാടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ കാണുന്നൊരു ചാനലാണ് ഏഷ്യാനെറ്റ്. പെട്ടെന്നൊരു രാത്രി ഏതെങ്കിലും ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ഒരാളുടെ മുമ്പിൽ എൻ്റെ പള്ളി പൊളിച്ചു എന്ന് ഏഷ്യാനെറ്റുകാരൻ പറയുന്നു. സത്യസന്ധമായ മീഡിയ നടത്തുന്ന ഏഷ്യാനെറ്റുകാരനാണ്. അവൻ ചിലപ്പോൾ പെട്ടെന്ന് അക്രമോത്സുകനായി രംഗത്തേക്ക് ഇറങ്ങിയാൽ ആര് സമാധാനം പറയും? ഇല്ലാത്തൊരു സാധനം പറയുന്നത്. അതിൻ്റെ പ്രശ്നം നേരത്തെ ശ്രീധരൻപിള്ള പറഞ്ഞാണ്. പണ്ട് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ പറഞ്ഞു, കേരളത്തിലൊരു മീഡിയ സംവിധാനമുണ്ട്, ഒരു വലിയ റാക്കറ്റുണ്ട്. ആ റാക്കറ്റിലെ കണ്ണിയാണ് പുള്ളി.
അയാളുടെ ബാലൻസ് ഷീറ്റ് പോകുമ്പോൾ അയാൾ കൈരളിയിലാണ് വർക്ക് ചെയ്തത്. അയാൾ ബാലൻസ് ഷീറ്റ് പോകുമ്പോൾ പാലക്കാട് അയാൾ കോളേജ് ചെയർമാൻ എന്നുള്ള SFIയുടെ ചുമതലയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്രസീവ് ജേർണലിസം നടത്തുന്നത്. അപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ശാന്തമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ, വ്യക്തിപരമായ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അത് എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, വ്യക്തിപരമായ ഇമേജൊക്കെ രാത്രി ഒരു പള്ളിയുടെ മുമ്പിൽ പള്ളി ആളുകൾ തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ അഗ്രസീവ് ആകും. അതാണ് ഏഷ്യാനെറ്റ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെ പത്രപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ നേരെയുള്ള കടന്നുകയറ്റാവും? എന്തും രാജ്യത്ത് പറയാമോ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് പത്രധർമ്മമോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമധർമ്മമോ അല്ലല്ലോ. തീർച്ചയായിട്ടും അല്ല. അപ്പോൾ അതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇനി ഇങ്ങനെ ഒരു വാർത്തകൾ കൊടുത്താൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകില്ല അതിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പൊ ഇന്നലെ 48 മണിക്കൂറാണ് ബാൻ നടത്തിയത്. പക്ഷെ രാത്രിയോടുകൂടി തന്നെ പുനരാച്ചു മീഡിയ 1 രാവിലെ ആയി. അപ്പൊ ജസ്റ്റ് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. അവര് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ നമ്മളെ സംസാരിക്കാൻ മനസ്സിലാക്കിയത്, ഏഷ്യാനെറ്റും മീഡിയ 1 അത് റെക്കഗ്നൈസ് ചെയ്തൊന്നുമില്ല. റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് അവർ തെറ്റ് അംഗീകരിച്ചിരിക്കുന്നതാണ്. അതുവരെ ജനങ്ങളെ ധരിപ്പിക്കുകയായിരുന്നു. കാരണം ഇപ്പം നമ്മൾ പലപ്പോഴും ഈ പത്രദൃശ്യ മാധ്യമങ്ങളെ കാണുന്നൊരു പ്രത്യേകത, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു സാധനം സംഭവിച്ചാൽ അത് വിശ്വസിക്കുന്നത് നമ്മൾ ചാനലിൽ കൂടി കണ്ടാൽ വിശ്വസിക്കുന്നു. ആളുകളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ. അത്രയധികം ചാനലുകളും പത്രദൃശ്യ മാധ്യമങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ ചായ കുടിക്കുന്നതിന് മുമ്പ് പത്രം വായിക്കുന്ന ആളുകളാണ്. നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അത് ഒരു പ്രത്യേക സംവിധാനത്തിന് വേണ്ടി ഞാൻ എൻ്റെ ബാലൻസ് ഷീറ്റ് വേറെ പ്രസ്ഥാനത്തിൽ കൂടി വന്നതെന്ന് വെച്ചാൽ അത് സെല്ല് ചെയ്യാനുള്ള വേദിയാക്കി ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അതിന്ന് രാജ്യത്തൊരു അപകടകരമായ രീതിയിലേക്ക് ജനങ്ങളുടെ മൈൻഡ് സെറ്റ് പോയിട്ടുണ്ടല്ലോ. അതിന് ഉത്തരവാദിത്വം പറയണ്ടേ? ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ BJP വിരുദ്ധരാണെന്ന് കരുതുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഡെമോക്രസിയിലകത്ത് ആളുകൾക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ BJPക്ക് എതിരായിട്ട് പറയുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമുക്കെതിരായിട്ട് പറയുന്നു, അതൊക്കെ സ്വാഭാവികമാണ്. അത് തെറ്റെന്ന് പറയാം, ശരിയെന്നും പറയാം ജനാധിപത്യ രാഷ്ട്രത്തിൽ. പക്ഷേ ശരി ചെയ്താലും തെറ്റെന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ജനാധിപത്യം പറയാൻ പറ്റില്ല. ഞങ്ങളെപ്പോലുള്ളൊരു പൊതുപ്രവർത്തകരെ വളർത്തിയതും വലുതാക്കുന്നതും ഒക്കെ ജനങ്ങളാണ്. അപ്പം ഞങ്ങളൊന്നും പത്രങ്ങളെയും ദൃശ്യമാധ്യമങ്ങളെയൊന്നും ഭയപ്പെടാറില്ല. അതോടൊപ്പം തന്നെ പത്രധർമ്മത്തിന് വേണ്ടി സ്വാതന്ത്ര്യം പോലെ സമരം പോലെ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഞങ്ങളാണല്ലോ പോരാടിയെ, കമ്മ്യൂണിസ്റ്റുകാരല്ല. പത്ര ദൃശ്യമാധ്യമങ്ങളുടെ നേരെ കടന്നുകയറ്റുണ്ടായി, അല്ലെങ്കിൽ പത്രസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളുകൾ ഞങ്ങളാണ്. അപ്പം ഞങ്ങളെപ്പോഴും ഒരു ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അത് നമുക്കെതിരായിട്ട് പറയാൻ പാടില്ല എന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ. ചിലപ്പോൾ BJPക്ക് വിയോജിപ്പുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളെടുക്കുന്ന നിലപാടുകൾ അതൊക്കെ വിമർശിക്കാനുള്ള അധികാരം പത്ര ദൃശ്യമാധ്യമങ്ങൾ, അതൊക്കെ പോസിറ്റീവ് സെൻസിലാണ് എടുക്കണം. ഞാനൊക്കെ അങ്ങനെ എടുക്കുന്നു. യഥാർത്ഥത്തിൽ ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത്? ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത്? ഇതിനെ കുറിച്ചാണ് കലാപത്തിൻ്റെയാണ്. അതായത് ഒരു കലാപം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. അത് ഒരു വിഭാഗം നടത്തിയാണ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ നടത്തിയാണ്, അവിടെ ഉള്ളവർക്കാണ്. അപ്പൊ അതിനെ കുറിച്ച് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇപ്പൊ ഒരു പൊതുവായിട്ട് ഈ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കിയ സമയത്ത് അത് ഇന്ത്യയുടെ പാർലമെന്റ് ചർച്ച ചെയ്ത് 16 മണിക്കൂർ ചർച്ച നടപ്പാക്കിയ ഒരു നിയമമാണ്. 16 മണിക്കൂർ രാഷ്ട്രപതി ഒപ്പിട്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനൊക്കെ ആളുകൾ അവകാശമുണ്ട്. ഡൽഹി ഇമാം ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ സ്വതന്ത്രമായ നിലപാടുകളെ സ്വീകരിച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഇത് ഈ വിഷയം മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡൽഹിയിലെ സാമാന്യ ജനങ്ങൾ മുഴുവൻ, മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള സാമാന്യ ജനങ്ങൾ മുഴുവൻ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട് രാജ്യത്തോടൊപ്പമുള്ള നിലപാടായിരുന്നു. കുറേ ആളുകളാണ് അവിടെ സമരം ചെയ്തത്. അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമരമൊക്കെ നിറയെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകളുണ്ട്, ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുണ്ട്. അവർ കുറേ ദിവസങ്ങളായിട്ട് അവിടെ സമരം നിന്നു. ആ സമരത്തിന് ആരും ഒന്നും ചെയ്യാൻ പോയില്ല, അവർ സമരം നടത്തി കൊട്ടിന്നിരിച്ചു. കുറച്ച് ആളുകൾ മാത്രമാണ് കുറേ ദിവസങ്ങളായിട്ട് സമരം നടത്തിയത്. പെട്ടെന്ന് സമരത്തിൻ്റെ ദൃശ്യന്മാരെന്താ, അമേരിക്കൻ പ്രസിഡന്റ് രാജ്യത്ത് വരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ മോശമാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട പോലെയായി. വളരെ പെട്ടെന്ന് അഗ്രസീവ് ആവുന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും ജനങ്ങൾ ആത്മനിയന്ത്രണം ഏറ്റെടുത്തു. ഈ പഴയ കാലത്തെ ഡൽഹിയിലെയും മറ്റേ ചോദ്യം അവിടെ വരുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ സന്ദർശിക്കുന്നു. ഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തലസ്ഥാനമാണ്. ഇങ്ങനൊരു കലാപം അവിടെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പെടുന്ന കലാപമല്ല. അതിന് ഒരുപാട് ഗൂഢാലോചന ഉണ്ടാകും, കാര്യങ്ങളുണ്ടാകും. ഡൽഹി പോലത്തെ തലസ്ഥാനത്ത് ഇത്രയും ഗൂഢാലോചന നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഇന്റലിജൻസ് ഉണ്ടാകുന്ന പാളിച്ചകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ലേ? അല്ല, നിങ്ങളത് മനസ്സിലാക്കേണ്ട, ഇന്ത്യയിൽ 135 കോടികൾ അധിവസിക്കുന്ന ജനമുള്ള രാജ്യമാണിത്. ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് എന്തുണ്ടായി? അല്ല, അത് ശരി, ഒന്നുണ്ടായില്ല. ഒരു കലാപം ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു കലാപം ഉണ്ടായിട്ടില്ല. സാധാരണ ഏതെങ്കിലും ചെറിയൊരു സംഭവവികാസം ഉണ്ടായിക്കഴിഞ്ഞാൽ
നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ആളുകളെ മരിക്കാറ്. നമ്മളിപ്പോൾ പണ്ട് ഗുജറാത്തിൽ മോഡി വരുന്നതിന് മുമ്പ് സോളാങ്കിയൊക്കെ ഭരിക്കുന്ന സമയത്ത് ഒരു കലാപം വന്നാൽ 3000-4000 പേരെ മരിക്കുന്നത്. യു പിയിലൊക്കെ അങ്ങനെ മനുഷ്യൻ എത്ര മരിച്ചെന്ന് പോലും അറിയാറില്ല. ഡൽഹിയിൽ സ്ഥിര സംഭവമാണ്. ഇതിപ്പോൾ ഈ ശ്രീമതി മറ്റേ നമ്മുടെ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോഴും ഒക്കെ ഉണ്ടായ സമയത്ത് സിഖുകാരെ എത്ര കൊലപ്പെടുത്തുന്ന അറിയാനോട് പാടില്ലാത്ത രീതിയിലാണ്. ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും അത് ജനം നിയന്ത്രണത്തിലെത്തിയില്ല. ഇതവിടെ വല്ല പ്രശ്നമുണ്ടാവും. ഈ തരത്തിലുള്ള അക്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ജനങ്ങളാണ് അതിനെ തോൽപ്പിച്ചത്. അവിടുത്തെ ജനങ്ങളെടുത്ത ഉന്നതമായിരുന്ന അത് സംഭവം ശരിയാണ്. പക്ഷെ എങ്കിലും അവിടുത്തെ പോലീസിനോ അല്ലെങ്കിൽ മറ്റു വകുപ്പുകൾക്കോ അത് ഒരു പാഴ്ച ഉണ്ടായെന്ന് പറയുന്നുണ്ട്. കാരണം ആ കലാപം നിയന്ത്രിക്കുന്നതിന് ജനങ്ങൾ മുന്നോട്ട് നിയന്ത്രിച്ചല്ലോ. ഞാൻ ചോദിക്കുന്നത് എത്ര ദിവസം എടുത്തു മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇത് സ്വിച്ചിട്ടാൻ നിൽക്കുന്ന സാധനമല്ലല്ലോ. ഏഷ്യാനെറ്റ് ചാനൽ ഡെയിലി രാവിലെ പള്ളി വിളിക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾ ഇറങ്ങി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാനൊക്കെ അപ്പോൾ ഇതിന് അവിടെ കലാപം ഉണ്ടാക്കാൻ വലിയ ആസൂത്രണം നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഫസൽ ഗഫൂർ ആസൂത്രണം നടന്നു. നമുക്കിവിടെ ഐ ബി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫസൽ ഗഫൂർ ആസൂത്രണം നടത്തി ചാനൽ വന്നപ്പോൾ നമ്മൾ അറിയുന്നത് ഞങ്ങളുടെ ഒളിഞ്ഞിരിപ്പുള്ള സാധനമുണ്ട്, അത് കോടതി വിധി ഞങ്ങൾ പുറത്തെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ വലിയ ഇതായിട്ട് എടുക്കണമെന്നില്ല. അത് ആയുധപ്പുരകളെ ഒരു വലിയ കൊമ്പാരം കൂട്ടിയിട്ട് നമ്മളങ്ങനെ അറിയാൻ വേണ്ടി സോവിയറ്റ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ അറിയും. അതറിയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് തെറ്റായ പ്രചരണം നടത്തി അവനെ അഗ്രസീവായ രീതിയിൽ രംഗത്ത് കൊണ്ടുവരികയായിരുന്നു. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിവസം ഈ വിരലം അടക്കുന്ന ദിവസത്തിന് മുമ്പ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. യാതൊരു പ്രശ്നങ്ങളുണ്ടായില്ല. എല്ലാ ആളുകളും അവരുടെ വീടുകളിൽ തന്നെ താമസിക്കുന്നത്. ഇപ്പോൾ ക്യാമ്പുകളില്ല അവിടെ. എല്ലാവരും അവരുടെ വീടുകളിൽ തന്നെ താമസിക്കുന്നത്. അവരുടെ പ്രദേശങ്ങളിലാണ് അതിൻ്റെ താമസിക്കുന്നത്. കലാപം ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾ നേരിട്ടു. കുറച്ചുപേർ മരിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ കൊച്ചായി ഞാൻ കാണുന്നില്ല. പക്ഷേ അതിന് അവിടുത്തെ വലിയ ജനാധിപത്യ സംവിധാനം വളരെ സടകുടഞ്ഞെഴുതിട്ടു. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് വളരെ പെട്ടെന്ന് ഇടപെട്ടു. ഈ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിനെതിരെ വർത്തമാനം പറയുന്ന ആളുകൾ ഈ ഒരു ഇതുപോലെ ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആർട്ടിക്കിൾ 370 എന്നെ പിൻവലിച്ച സമയത്ത് കാശ്മീർ കത്തുന്നാണല്ലോ പറഞ്ഞത്. എന്താ കാശ്മീരിൽ എന്തുണ്ട്? തീർച്ചയായിട്ടും അനക്കൊണ്ടായില്ല. അപ്പോൾ പറഞ്ഞത് കരുതൽ തടങ്കിൽ വെച്ചിരിക്കുന്നു അവിടെ. പക്ഷെ ഇപ്പോഴും അവിടെ പൂർണ്ണമായിട്ടും ഇന്റർനെറ്റും അല്ലെങ്കിൽ പൂർണ്ണ സംവിധാനങ്ങളും ഇന്റർനെറ്റാണോ ഏറ്റവും വലിയ ജീവിതം? ഞാൻ ചോദിക്കട്ടെ, അതിനുമ്പോൾ എങ്ങനെയായിരുന്നു? ഡെയിലി കൊലപാതകങ്ങൾ, ഇറങ്ങിയിടക്കാൻ പാടില്ല, ഒരൊറ്റ വിദേശി വരില്ല. നിങ്ങളുടെ മംഗളത്തിൻ്റെ ചാനൽ തുടങ്ങാൻ പറ്റില്ലായിരുന്നു അവിടെ. ഒന്നും പറ്റില്ല, ആർക്കും പോകാൻ പറ്റില്ല. അത് മാറിയില്ലേ? അതൊക്കെ മാറി സ്വസ്ഥവും സമാധാനമായിട്ടുള്ള ജീവിതത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കേരളത്തിൽ നിന്ന് അവിടെ ഇന്റർനെറ്റ് ഇല്ല. എല്ലാവരും ഇന്റർനെറ്റ് കഴിച്ചാണ് ഡെയിലി രാവിലെ ജീവിക്കുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് സ്ഥാപിക്കപ്പെട്ടല്ലോ. അത് അന്നത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കലാപകാരികളായ ആളുകൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഗൂഢാലോചനയുണ്ട്, രാജ്യത്തിനെതിരായിട്ട് നീക്കമുണ്ട്. അത് വളരെ സംഘടിതമായിട്ട് മുന്നോട്ട് പോയിരുന്നില്ല. ഒരു പ്രത്യേക രാജ്യം പോകുന്ന പോലെ മുന്നോട്ട് പോയിരുന്നില്ല. അതിനകത്തൊരു നിലപാടുകൾ സ്വീകരിക്കുകയും വർഷങ്ങളായി കോൺഗ്രസ്സുകാരെ കൊണ്ടുവന്നുള്ള തെറ്റായ നടപടിക്ക് തിരുത്തൽ നടപടി സ്വീകരിച്ചതിന് ശേഷമുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ മുസ്ലിം സഹോദരന്മാർ നല്ല അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അതിൽ മാറ്റം വന്ന. അപ്പൊ ശരിക്കും ഇനിയിപ്പോൾ അവിടെ ഒരു പുനരധിവാസം, അതായത് പണ്ഡിറ്റുകളുടെ പുനരധിവാസം ഉണ്ടാവോ കാശ്മീർ? സ്വാഭാവികമായിട്ട് വരും. ഇപ്പോഴത്തെ ഒരു പുതിയ ആർട്ടിക്കിൾ 370 മാരോടുകൂടി എല്ലാ ആളുകൾക്കും ബിസിനസ് ചെയ്യാനും വീട് വെക്കാനും താമസിക്കാനും. ശരിക്കും അത് ആ ഒരു ഇത് നടപ്പാക്കിയത് ഒരു ബിസിനസ് മൈൻഡ് കണ്ടിട്ടാണെന്ന് ഒരു ആരോപണമുണ്ട്. അതായത് റിലയൻസ് പോലുള്ള കുത്തവും അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇത്ര നാള് കാശ്മീരിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എനിക്കത് മനസ്സിലാവുന്ന ആ ചോദ്യത്തിലേക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ കാശ്മീർ പോലുള്ള സംസ്ഥാനം, അവിടെ ആരും പ്രവേശിക്കാൻ പാടില്ല എന്നൊരു നിയമം എടുത്തോളാം. ഞാൻ എന്തിനിങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ആരും പ്രവേശിക്കേണ്ടെന്നാണ് അഭിപ്രായം. കാശ്മീരിൽ ആരും, ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീർ. ഇപ്പൊ കേരളത്തിൽ നമ്മളിവിടെ താമസിക്കുന്ന ഏറ്റുമാനൂരിൽ ആർക്കും താമസിക്കാം, യു പിക്കാരന് താമസിക്കാം, തൊഴിലെടുക്കാം, രാവിലെ ബംഗാളിക്ക് പണിക്ക് വരാം. കാശ്മീരിൽ പറ്റില്ല. ആ പറ്റാത്ത നിയമത്തിനൊരു അതിൻ്റെ പോരായ്മകൾ തിരുത്തി നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് വേറെ ആംഗിളിൽ തന്നെ പോകണം. ഇപ്പം നല്ല റോഡുണ്ടാക്കുന്നത് വലിയ മലയാളികൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇപ്പോൾ വലിയ റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ആ രീതിയിലുള്ള രാജ്യത്തെ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് തോന്നുന്നു, ഇത്ര വലിയ റോഡ് വരുന്നതിനാണ്. പണ്ട് ഓട്ടോറിക്ഷ വന്നിരുന്ന വഴിയായിരുന്നു, എന്തിനാണ് ഇത്ര വലിയ റോഡ്? വലിയ കാറുകൾ വരാൻ വേണ്ടിയായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അത്രേ ഉള്ളൂ അതിനെ സംബന്ധിച്ച്. എന്താണ് പൗരത്വ ഭേദഗതി ബിൽ? കാരണം ഇതുവരെ ഒരു ആർക്കും മനസ്സിലാവാത്ത കാര്യം. എല്ലാവർക്കും അല്ല, അവിടെയാണ് പ്രശ്നം. ഈ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയായിരുന്നു. തെറ്റിദ്ധരിക്കാനുള്ള ശ്രമമാണ് ഈ CPM-കാരനും SDP-യും കോൺഗ്രസും കൂടി ഒരുമിച്ച് ചേർന്നത്. കാരണം പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ രാജ്യസഭയിലും പാർലമെന്റിലായിട്ട് 16 മണിക്കൂറാണ് ചർച്ച നടത്തിയത്. ആ 16 മണിക്കൂർ ചർച്ച നടത്തിയത് നമ്മുടെ കോൺഗ്രസ്സുകാരനൊന്നും വേണ്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പുറത്തു വരട്ടെ,
അല്ലെങ്കിൽ TN പ്രതാപൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ച് അത് പുറത്തേക്ക് വരട്ടെ. കേരളത്തിൽ 19 പേരുണ്ടല്ലോ, ഒരു CPM കാരനുൾപ്പെടെ 20 പേരുണ്ട്. ഇവരുടെയൊക്കെ സംസാരങ്ങൾ പുറത്തു വരട്ടെ. ആ 16 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം, അത് BJP അല്ല, NDA അല്ല, രാജ്യസഭയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമൊന്നുമില്ലല്ലോ, അവിടെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾക്ക് ബഹുഭൂരിപക്ഷം കിട്ടി. ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കിയ ഒരു ബില്ല് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഒപ്പിടുന്നത്. 12-ാം തീയതി രാഷ്ട്രപതി ഒപ്പിട്ടതിന് ശേഷം ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉടനെ തന്നെ രാജ്യത്ത് പറഞ്ഞു മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ബില്ലാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ബില്ല് വരുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് പാകിസ്ഥാൻ രൂപീകൃതമാകും. പാകിസ്ഥാൻ രൂപീകൃതമാകുന്ന ആ ഘട്ടങ്ങളിൽ പാകിസ്ഥാനിൽ അധിവസിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ വിഭജനം ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് വലിയ ചർച്ചകൾക്ക് വേദിയുണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ലിയാഖത്തും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കൂടി ഒരു ഉടമ്പടി ഉണ്ടാക്കി. വളരെ പ്രസിദ്ധമായിട്ടുള്ള നെഹ്റു ലിയാഖത്ത് ഉടമ്പടിയാണ്. ആ നെഹ്റു ലിയാഖത്ത് ഉടമ്പടിയിൽ സൂചിപ്പിച്ചിരുന്നത് 2 രാജ്യങ്ങളിലുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങൾ മതപരമായി പീഡിപ്പിക്കപ്പെടാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള പീഡനങ്ങളും അനുഭവിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടാക്കി. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയതിനു ശേഷം ഇന്ത്യയിൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാരുടെ എണ്ണം വർദ്ധിച്ചു. യാതൊരു തരത്തിലുള്ള പരിമിതികളുണ്ടായില്ല. ഫക്രുദ്ദീൻ അലി അഹമ്മദിനാണെങ്കിലും ബഹുമാന്യനായിട്ടുള്ള പിന്നീട് വന്നിട്ടുള്ള അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ 1ാമത്തെ പൗരനായുള്ള അവകാശം കിട്ടി. അതേസമയം പാകിസ്ഥാനിൽ അവിടുത്തെ നിയമകാര്യ മന്ത്രിയായിരുന്നു, ബംഗാളിലെ പട്ടികജാതിക്കാരനായിട്ടുള്ള ആളാണ് അത്, ദളിത് നേതാവാണ്, നമ്മുടെ അംബേദ്കറിനെ പോലെ. ആദ്യം അവിടെ ആദ്യത്തെ നിയമകാര്യ മന്ത്രി പദവി രാജിവെച്ചത് ഇസ്ലാമിക രാജ്യമാകുന്നു, അവിടെ ജീവിക്കാൻ മാർഗമില്ല, പാകിസ്ഥാൻ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് പോരാളി എന്നുള്ളത് ജിന്നയുടെ കൂടെ കൂടിയാളാണ്. അത് ഇന്ത്യയിലേക്ക് വരുന്നു. അതേ ബംഗാളിലെ അഭയാർത്ഥിയായിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ച്, ഈ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അവർ വളരെ ഏറ്റവും പ്രയാസകരമായൊരു സാഹചര്യത്തെയാണ് അവർ അതിജീവിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു ഫ്ലോ വരുമ്പോൾ ഈ അഭയാർത്ഥികളായ ആളുകൾക്ക് ഇന്ത്യയിൽ ഇപ്പോൾ സാധാരണഗതിയിൽ നിയമമുണ്ട്. ആ നിയമത്തിൽ അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിന് ചില പരിധി കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ചപ്പോൾ 2014 ഡിസംബർ 30 ആ ഡേറ്റ് വെക്കുന്ന സമയത്ത് ആ ഒരു പരിധി വച്ചു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ യാതൊരു മാറ്റമില്ല, മുസ്ലിമിനും മറ്റെല്ലാവർക്കും വരാം. പിന്നെ അവിടുത്തെ മുസ്ലിങ്ങൾ, അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് വന്നൂടെ? പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ടോ? ഇസ്ലാമിക രാജ്യമല്ലേ? ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിം സഹോദരന്മാരെന്തിനാ പീഡനം അനുഭവിക്കുന്നത്? ബംഗ്ലാദേശിലെ മുസ്ലിം സഹോദരന്മാരെന്തിനാ പീഡനം അനുഭവിക്കുന്നത്? അവിടെ പീഡനം അനുഭവിക്കുന്ന സിഖുകാരാണെങ്കിലും മ്യാൻമാറിലോ അത് രണ്ട് വിഷയമാണ്. അവർ ലോകം ആരും അംഗീകരിക്കുന്നില്ല. അവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോലും അവർക്ക് എടുത്തുള്ള നിലപാടുകൾ രാജ്യസുരക്ഷയാണ് ഇപ്പോൾ വലുത്. ആരെങ്കിലും നിങ്ങളുടെ വീടിന്റെ മതിലിനകത്ത് നിങ്ങൾ ആരെങ്കിലും കയറ്റി താമസിപ്പിക്കുമോ? അത് രാജ്യത്തിന്റെ സുരക്ഷയാണ് സ്വാഭാവികമായിട്ട് വലുതുണ്ടാവുക. ആ രാജ്യത്തിന്റെ സുരക്ഷ നമ്മൾ അപ്പോൾ തന്നെ പൗരത്വ രജിസ്റ്ററായിട്ട് കൂട്ടിക്കൊഴിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്തി അത് പാസ്സാക്കിയപ്പോൾ പൗരത്വ രജിസ്റ്റർ രാജ്യത്ത് നിലവിൽ വന്നിട്ടില്ലല്ലോ, വന്നിട്ടില്ല. പിന്നെ വരാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? അത് ആസാമിലാണ് വന്നത്. ആര് പറഞ്ഞു? ആസാമിലാണ് വന്നത്. ആ ആസാമിൽ വന്നിട്ടുള്ള പൗരത്വ രജിസ്റ്റർ BJP കൊണ്ടുവന്നതാണോ? രാജീവ് ഗാന്ധി കൊണ്ടുവന്നതല്ലേ? രാജീവ് ഗാന്ധി ഇംപ്ലിമെന്റിൽ പരാജയപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പരാജയപ്പെട്ടപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതല്ലേ? സുപ്രീം കോടതി പറഞ്ഞ വിഷയമാണല്ലോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് ആസാമില് അതങ്ങനെ BJP പ്രതിയാവുന്നത്. മൻമോഹൻ സിംഗ് 2003 ഇന്ത്യയുടെ പാർലമെന്റിൽ അദ്ദേഹത്തിന് ഉജ്ജ്വലമായ പ്രസംഗമുണ്ട്. അന്ന് ആഭ്യന്തരമന്ത്രി ലാൽകൃഷ്ണ അഡ്വാനിയാണ്. അത്യാവശ്യപ്പെട്ട് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആശങ്കയുണ്ട്, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ആചാര്യ കൃപലാനി പറഞ്ഞിട്ടുണ്ട്, എല്ലാ നേതാക്കന്മാർ ഏറ്റവും അവസാന ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണ് വർഗീയമാക്കുന്നത്? ഇപ്പോൾ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ അങ്ങനത്തെ ഒരു സാധനം നിലവിലില്ല. ഇനി പൗരത്വ രജിസ്റ്റർ വന്നാൽ തന്നെ എന്താ കുഴപ്പം? ഇത് ഇല്ലാത്ത കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ, ഇല്ലാത്തൊരു സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ആ ഇല്ലാത്ത സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ പൗരത്വ രജിസ്റ്റർ വന്നെന്താ കുഴപ്പം? എല്ലാവർക്കും ഒരേപോലെയല്ലേ? രാജ്യത്തൊരു രജിസ്റ്റർ ഉണ്ടായാലും എന്താ തെറ്റ്? അത് ചർച്ച ചെയ്യപ്പെട്ടില്ല. ഇപ്പോൾ പാർലമെന്റ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടില്ല. ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചു. ഒന്നുമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച്
ആളുകളോട് പറയാം, നിന്റെ അച്ഛൻ്റെ ബാപ്പയുടെ പേര് ചോദിക്കും, ബാപ്പയുടെ ചോദിക്കും, ബാപ്പയുടെ പേര് ചോദിക്കും. ഇതാണ് ആളുകളെ ധരിപ്പിക്കണം. അത് രാമകൃഷ്ണൻ്റെയും ജോസഫിൻ്റെയും ചോദിക്കൂലേ? ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുന്നത്, ഇപ്പോൾ ഈ വർത്തമാനം പറയുന്ന ആളുകളുണ്ട്, കുഞ്ഞാലിക്കുട്ടികളുടെ വീടിന് ചുറ്റും മതിലിട്ടിരിക്കുന്നതിന് ഓപ്പണാക്കിട്ടാൽ പോരെ? കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുകളുടെ വീട്ടിൽ, ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഉമ്മൻചാണ്ടിക്ക് അറിയാമല്ലോ ആരൊക്കെ ഉണ്ടെന്ന്. വേറെ ആരെങ്കിലും വരുമ്പോൾ ഇവിടെ കണക്കുണ്ടാവില്ലേ? അത് സ്വാഭാവികമായിട്ട് രാജ്യത്തുണ്ടാവും. രാജ്യത്തിൻ്റെ ഒരു, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വലിയ വർത്തമാനം പറയുന്ന ആളുകൾ, പ്രക്ഷോഭം നടത്തുന്ന ആളുകൾ സൗദി അറേബ്യയിലേക്ക് ഇവർക്ക് പാസ്പോർട്ടില്ലാണ്ട് പോകാൻ പറ്റും? ഒരിക്കലില്ല. അവിടെ താമസിക്കാൻ പറ്റുമോ? ഇല്ല. വേറെ ഏതെങ്കിലും മുസ്ലിം, ഇപ്പം ഞാൻ മുസ്ലിം, ഞാൻ അബ്ദുൾ റഹ്മാൻ, എനിക്ക് അബുദാബി പോയിട്ട് തോന്നുന്നത് ഞാൻ അബ്ദുൾ റഹ്മാൻ താമസിക്കാൻ പറ്റും? കഴിയില്ല. ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് കഴിയും? അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പൗരത്വ രജിസ്റ്റർ വന്നിട്ടില്ല. ഉണ്ട്, പാർലമെന്റ് ചർച്ച ചെയ്യും. ഈ പൗരത്വ രജിസ്റ്ററിനെതിരെ സമരം ശക്തമാണ്, അത് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇല്ലല്ലോ, ഇല്ല, സോറി, അത് മലയാളിയുടെ പ്രശ്നം. പൗരത്വ ഭേദഗതി ബില്ല് അല്ല, അതിനകത്ത് മെയിൻ ഇവിടെ പ്ലസ് ആണ് ഇപ്പോഴും. പൗരത്വ ഭേദഗതി ബില്ല്, പൗരത്വ രജിസ്റ്റർ, ഇതെല്ലാം കൂടി ഇല്ലാത്ത സാധനം ഇങ്ങനെ ആളുകൾ പറഞ്ഞിങ്ങനെ ഭയപ്പെടുത്തിയാണ് കേരളത്തിൽ. ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരം ശക്തമാണ്, വളരെ ശക്തമായിട്ട് എല്ലായിടത്തും നമ്മളിപ്പോൾ എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ശരിക്കും സർക്കാർ എന്തുകൊണ്ടാണ് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇത് ഞങ്ങൾ ഇന്ന ആളെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ? അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഈ സമരം രാജ്യവ്യാപകമായൊരു സമരം നടക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ പാർലമെന്റ്, ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണല്ലോ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും. ആ ജനപ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നു. ആ ജനപ്രതിനിധികളിൽ 16 മണിക്കൂർ ചർച്ച നടത്തുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കാം. ആ നിലപാട് വ്യക്തമാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. നമ്പർ 1. നമ്പർ 2, ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൗരത്വ ഭേദഗതി നിയമം വേണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. ഇപ്പോൾ 2012 നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകാശ് കാരാട്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോഴിക്കോട് നടന്ന സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അവരെടുത്ത നിലപാടുകളാണ് ഇതെല്ലാം. ഓരോ ഘട്ടങ്ങളിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വളരെ സൗമ്യമായി എല്ലാ വിഭാഗത്തിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിലെ 135 കോടി ജനങ്ങൾക്ക് ബാധിക്കാത്തൊരു നിയമം, 135 കോടി ജനങ്ങളുമായി ഒരു തരത്തിൽ ബന്ധപ്പെടാത്ത നിയമം, 135 കോടികളുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നൊരു നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനും SDP-കാരനും കോൺഗ്രസ്സുകാരനും പോപ്പുലർ ഫണ്ടുകാരനും കൂടി പാകിസ്ഥാനെ കുറിച്ച് സംസാരിച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി, നമുക്ക് പൗരത്വ ഭേദഗതി വെല്ലുവിടാം. നമ്മുടെ 7 MP-മാരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അല്ല, അത് എനിക്ക് തോന്നി 2 തരത്തിലാണ് ഇത് തന്നെ. നമ്മുടെ കേരളത്തിലെ MP-മാരുടെ ധാരണ, അവർ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് പകരം കസേരത്തിൽ പൊളിക്കുക, സ്പീക്കറുടെ മൈക്കെടുത്ത് വലിച്ചെറിയുക, കസേരയെടുത്ത്, ഇതൊക്കെയാണ് അവർ കണ്ട് ശീലിച്ചിട്ടുള്ളത്. ഒരു വിഷയങ്ങൾ അവരെപ്പോഴും അങ്ങനെയാണ്. കേരളത്തിൽ നമ്മൾ കണ്ടില്ല, മിണ്ടിയ വാക്കൗട്ട് നടത്തും, തല്ലിപ്പൊളിക്കും. ഒരു സൃഷ്ടിപരമായ രീതിയിൽ ഒരിക്കലും ഈ വക വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് ശീലം കേരളത്തിലെ MP-മാരില്ല. അതിൽ വേറെ MP-മാർ പെടാൻ ഞാൻ ഇപ്പോൾ എന്താ പൗരത്വ ഭേദഗതി ഇല്ലെന്ന സമയത്ത് തട്ടിയൻ പ്രധാനം ഓടി സ്പീക്കർ എടുത്തേക്ക് ഓടിപ്പോകണോ വേണ്ടേ? ഇവിടെ നിന്ന് വിഷയം അവതരിപ്പിക്കണം. ഒരു ഗൗരവമുള്ള സഭയല്ലേ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടൽ ബിഹാരി വാജ്പേയിയും ശ്രീമതി ഗാന്ധിയും മൊറാർജി ദേശായിക്ക് ഇരുന്നൊരു സഭയല്ലേ. ആ സഭയുടെ ഇവർ ഓടിക്കയറി പിള്ളേരെ അതിന് അടിയുണ്ടാക്കാൻ പോണതിനാ അവതരിപ്പിക്കേണ്ട വിഷയം. ഇതായത് പോലെ അവിടെ ഓന്തിക്കയറുക, തള്ളിക്കയറുക, വിഷയങ്ങൾ പഠിച്ച് വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടതിലെ ഈ പ്രശ്നമാണ്. പുതിയ MP-മാർക്ക് സഭയുടെ ചട്ടങ്ങൾ അല്ലെങ്കിൽ സഭയുടെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കാത്തതാണ് ഈ പാഴ്ചയ്ക്ക് കാരണം തോന്നുന്നുണ്ടോ? 2 തരം. ഇപ്പൊ ഈ സാധാരണ ഓരോ പാർട്ടി നിലപാട് സ്വീകരിക്കും. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി നിലപാട് എല്ലാവരും സ്വീകരിക്കേണ്ടത് അതിനകത്തൊന്നാണല്ലോ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞത്. അല്ല, ഞങ്ങൾ സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ MP-മാർ വരുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ കോൺഗ്രസിന് ട്രെയിനിങ് കൊടുക്കാനാളില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് നേരമില്ല. രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ലല്ലോ. ഒരു കോൺഗ്രസിന് പാർട്ടിയിൽ അനാഥമായിട്ടുള്ള പാർട്ടി ഇവർക്ക് അങ്ങനെ ട്രെയിനിങ് കൊടുക്കും. ചോദിക്കാനും പറയാനില്ലാത്ത ഒരു സംഘടന. അവർ ഓടിക്കലും കുഴപ്പമുണ്ടാക്കും, കസേരയിൽ പൊളിക്കും. അവർ ശരിക്കും കേരളമാണെന്നാണ്. അപ്പം അതുകൊണ്ട് അങ്ങേറ്റം നിർഭാഗ്യകരം, മോശമായിപ്പോയി. കേരളത്തിൻ്റെ പ്രതിച്ഛായ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ വളരെ മോശമായിപ്പോയി. കാരണം ഇത് വിഷയങ്ങളിപ്പോൾ ശശി തരൂരിൻ്റെ പല വിഷയം അവതരിപ്പിക്കട്ടെ, അത് ലാംഗ്വേജ് ഒന്നും പ്രശ്നമല്ല. ഇവരിപ്പോൾ വരുമ്പോൾ ലാംഗ്വേജ് പ്രശ്നം, മലയാളത്തിൽ സംസാരിച്ചാൽ മതിയല്ലോ. എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള സംവിധാനം, ആധുനിക സംവിധാനം പാർലമെന്റ് അവിടെ അവതരിപ്പിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ. അതിനൊരു തല ഉണ്ടാക്കിയാണ്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ BJP-യിൽ ഗ്രൂപ്പിസം ഉണ്ടോ? ഗ്രൂപ്പിസം ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ മീഡിയക്കാരുടെ ഇടയ്ക്ക് പറയാറുണ്ട്. BJP-ക്ക് ഞങ്ങൾക്ക് ഒറ്റ ഗ്രൂപ്പുള്ളൂ, BJP ഗ്രൂപ്പ്. പക്ഷേ കെ സുരേന്ദ്രൻ BJP അധ്യക്ഷനായ സ്ഥാനത്ത് പല നേതാക്കന്മാരുടെ അസാന്നിധ്യം കണ്ടല്ലോ. ആരാ കണ്ടു?
കുമ്മനം രാജശേഖരനെ പോലുള്ള ഒരു രാജശേഖരൻ മുതിർന്ന അദ്ദേഹം ഇദ്ദേഹം സ്ഥാനം എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ. അദ്ദേഹം ഇന്നലെ മിനിങ്ങാന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴെപ്പോഴും ഉണ്ടാവുന്ന ഇങ്ങനെ ആളെ ഉണ്ടോ നിങ്ങൾ ഇതിനെ എടുക്കാൻ നടക്കുന്നത്? ഒരാൾക്ക് തലവേദനയായപ്പോൾ നിങ്ങൾ ഒരാളെ കാണുന്നില്ല. അല്ല അതല്ല, അങ്ങനെ ഒരാണെങ്കിൽ ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് പെട്ടെന്ന് തീപ്പൊരു നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. BJP പെട്ടെന്നുണ്ടായിരുന്നു തീപ്പൊരു നേതാവ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരാൾ വരുമ്പോൾ ഒരു കേരളത്തിലെ BJP ഉള്ളൊരു മാറ്റം പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട്. സുരേന്ദ്രൻ പിള്ളേർ അധ്യക്ഷ സ്ഥാനം. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നല്ലേ ശ്രദ്ധിക്കും. ഞങ്ങൾ മനസ്സിലാക്കേണ്ട സമയത്ത് ഞങ്ങളൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രോസസ്സ് ഉണ്ട്, അതനുസരിച്ച് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആരാണോ അതെല്ലാവരും അംഗീകരിക്കും. അതിനകത്ത് പ്രശ്നം. അപ്പോൾ ഗ്രൂപ്പിസ് ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത്? ഒറ്റ ഗ്രൂപ്പുള്ളൂ, BJP ഗ്രൂപ്പ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് BJPക്ക് ഒരു MLA, ഇപ്പോൾ രാജഗോപാൽ സാറ് MLA ആയി, പക്ഷേ പിന്നീട് ഇങ്ങോട്ട് MLA സ്ഥാനം വരാത്തതിൻ്റെ കാര്യം? BJP കേരളത്തിൽ ഭരിക്കാൻ വരെയുള്ള സാധ്യതയുള്ള സംസ്ഥാനമാണ്. പക്ഷെ അതിന് പലപ്പോഴും തടസ്സമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ കള്ളപ്രചരണം പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ദിവസം ഓഫാക്കിയിടേണ്ടി വന്നല്ലോ. ഇതേപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പ്, ജനങ്ങളുടെ ഇടയിലും മൈനോറിറ്റിയുടെ ഇടയിൽ വലിയ ആശങ്ക വരുത്തി. കേരളത്തിൽ 10-46% മൈനോറിറ്റീസ് ജീവിക്കുന്ന സംസ്ഥാനമല്ലേ. അവരെ ഈ ചാനലിൽ കൂടി ആളുകളെ പേടിപ്പിച്ച് ആളുകളുടെ മനസ്സിൽ സ്പർദ്ധയുണ്ടാക്കി, അസ്വാരസ്യം ഉണ്ടാക്കി, അയൽവക്കക്കാരെ തമ്മിൽ തെറ്റിച്ച്, അങ്ങനത്തെ ഒരു മാനസിക ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യയിലൊരു സംസ്ഥാനത്തെ ചർച്ച ചെയ്തില്ല. ഇവിടെ SDP-യും തീവ്രവാദികളും കോൺഗ്രസും എല്ലാം കൂടി ഒരുമിച്ച് ചേരുന്നൊരു സംസ്ഥാനമല്ലേ കേരളം. മദനിക്ക് വേണ്ടി ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുക, മറ്റേ എന്താണ് ബില്ലാദൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു നേരത്തെ സദാ ഹുസൈൻ ലോകത്തിലൊരു സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക ഇന്ത്യയുടെ നല്ലൊരു സുഹൃത്തല്ലായിരുന്നു. കൊള്ളക്കാർ ഈ രാജ്യത്ത് കൊള്ളക്കാരും തെമ്മാടിത്തം കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർ മുഴുവൻ സുഹൃത്താണെന്ന് ഏതെങ്കിലും രാജ്യത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്ന സംസ്ഥാന പ്രമേയം പാസ്സാക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ മെറിറ്റിലേക്കൊന്നല്ല പോകുന്നത്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ച് കേരളത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കി, അതിന് ഞങ്ങൾ അതിജീവിക്കുക. പക്ഷേ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്, ശരിക്കും ഭൂരിപക്ഷം ഇപ്പോൾ ഒരു വിഭാഗമുണ്ട്. അല്ല, ഞാൻ ഭൂരിപക്ഷത്തെ എന്തുകൊണ്ട് BJP കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല? അല്ല, ഇവിടെ ഞങ്ങൾ ഭൂരിപക്ഷവും ന്യൂനപക്ഷം നോക്കാറില്ല, അവിടെയാണ് വ്യത്യാസം. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. അപ്പം ഞങ്ങൾ നിലപാടുകൾ സ്വീകരിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അതിന് ചില കാലതാമസം ഉണ്ടാകും. കാരണം രണ്ട് മുന്നണികൾ ഒരു പറ്റം പത്രദൃശ്യമാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കേരളത്തിൽ വലിയ പ്രചരണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ആ പ്രചരണങ്ങൾ ഞങ്ങളിപ്പോൾ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് 15 മുതൽ 23% വരെ വോട്ട് കിട്ടുന്നത്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഈർക്കിലി പാർട്ടികളും ഒരുമിച്ച് ചേർന്നുള്ള മുന്നണികളാണല്ലോ ഉള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കിയൊരു മുന്നണി തകർച്ചയുടെ വെക്കിലല്ലേ നിൽക്കുന്നത്. ശരിക്കും LDF UDF കൂടാതെ NDA എന്ന് പറഞ്ഞു BDJS വന്നു. സത്യത്തിൽ കേരളത്തിൽ തകർന്ന UDF അല്ലേ? കേരളത്തിൽ പ്രതിപക്ഷമില്ലല്ലോ, കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷമില്ലല്ലോ. എന്തിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ കഴിയാവുന്ന സാഹചര്യമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കുക, ഞങ്ങൾ കഴിഞ്ഞോണ്ട് ഏതാണ്ട് ഒരു 30 അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ 35,000 മേലെയാണ്. 35,000 മേലെ. പിന്നെ ഞങ്ങളുടെ ഘടകകക്ഷികൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, UDFനകത്ത് ജോണി നെല്ലൂർ ആകെ ഇർക്കിലി പാർട്ടി 16 പേരേ ഉള്ളൂ, അതിൽ 2 നിൽക്കണം. അതൊക്കെ കേരളത്തിലുണ്ട്. ഞങ്ങളുടെ BJP പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങളല്ലേ മുഖ്യകക്ഷി. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ചിട്ട് ഒരു മുന്നണി രാഷ്ട്രീയത്തിനാണ് എപ്പോഴും ജനങ്ങൾ മുൻതൂക്കം നിൽക്കുന്നത്, ഒരു പാർട്ടിക്കല്ല. അപ്പോൾ ശരിക്കും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യല്ലേ വേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ഈ പല സമയത്തും അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പണ്ട് ആ സംസ്ഥാനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ട്, മുന്നണിയായിട്ട് വന്നിട്ടുണ്ട്. പല ആളുകളും BJPയിലേക്ക്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ ഞങ്ങളുടെ BJPയിലേക്ക് വന്നിട്ടുണ്ട്. പല തലങ്ങളിലുള്ള ആളുകൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വരും, പല മുന്നണികൾ, പുതിയ മുന്നണി രൂപപ്പെടും, സാഹചര്യം ഉണ്ടാവും. പണ്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്നൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ BJP നടത്തണമെന്ന് പറഞ്ഞത്. അതായത് പ്രധാനമായിട്ടും സംസ്ഥാനങ്ങളുടെ കേന്ദ്രീകരിച്ച് മഹാരാഷ്ട്രയിൽ സർക്കാരായിട്ട് പഠിക്കാൻ നോക്കി, ഇപ്പം മധ്യപ്രദേശ് നാട്ടിൽ പഠിക്കാൻ ശ്രമിക്കുന്നു എന്തെങ്കിലും ആരോപണങ്ങളുണ്ട്. BJP അതാണോ? സത്യത്തിൽ അതൊക്കെ ഒരു കള്ളപ്രചരണമല്ലേ. ഇപ്പോൾ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്ര ജനങ്ങൾ ഞങ്ങളല്ലേ. പക്ഷെ അതിനകത്തൊരു വ്യത്യാസം വന്നത് ഒരു രാത്രി അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത ഒരു പുലർച്ചെ പോലൊരു സത്യപ്രതിജ്ഞ നടത്തുന്നത് എന്തിനാണ് അത്രയും രഹസ്യമായിട്ട് സത്യപ്രതിജ്ഞ നടത്തുന്ന കാര്യം? ഇപ്പോൾ മധ്യപ്രദേശിലെ സംഭവങ്ങൾ പരിശോധിച്ചാൽ മധ്യപ്രദേശിൽ വലിയ രീതിയിൽ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി നാമമാത്രമായ രീതിയിൽ വ്യത്യാസം BJPക്ക് ഉള്ളൂ. അങ്ങനെ നിൽക്കുകയാണ് അവിടെ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവിടെ കോൺഗ്രസ്സല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. മഹാരാഷ്ട്രയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ കോൺഗ്രസ് അല്ലേ. ഞങ്ങളൊരു സ്ഥലത്തും പ്രശ്നമുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ ആരെയും വന്നാൽ ഞങ്ങൾ വാതിലടയ്ക്കാറില്ല. ഞങ്ങളിപ്പോൾ വേറെ പാർട്ടിയിൽ ഞങ്ങളുടെ പാർട്ടിയിൽ കാണും, ഞങ്ങൾ സ്വാഗതം ചെയ്യും. പിന്നെന്തുകൊണ്ട് NCP വിട്ടുപോയത് BJP? NCP ഞങ്ങളുടെ പോലല്ല മത്സരിച്ച്.
അവിടെ ഞങ്ങളുടെ പോലെ NCP മത്സരിച്ചതല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അവിടെ ഒരിക്കലും ഞങ്ങൾ കൂട്ടുകൂടില്ല, അല്ലെങ്കിൽ ഭയങ്കര വർഗീയവാദികളാണ്, പ്രാദേശികവാദികളാണെന്ന് ശിവസേനയെ ആക്ഷേപം ഉണ്ടാക്കുക. ശിവസേനയായിട്ട് തൊടാൻ പാടില്ല, ശിവസേനക്കാരനായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കി. ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. ശിവസേന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളോടൊപ്പം മത്സരിച്ച അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾ 2 മത്സരിച്ച് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. അപ്പം ഞങ്ങളുടെ അക്കൗണ്ടിൽ കുറെ സീറ്റ് കിട്ടിയതിന് ശേഷം അത് കോൺഗ്രസ് ആയിട്ട് ചേർന്ന് അത്ര വ്യത്യാസം. BJP യഥാർത്ഥത്തിൽ വർഗീയ പാർട്ടിയാണോ? എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വർഗീയമാണ്, രാഷ്ട്രപതി വർഗീയമാണ്, ഇന്ത്യയിലെ എല്ലാ മന്ത്രിമാരും വർഗീയമാണ്, ഇന്ത്യയിലെ ഭൂരിപക്ഷ ആളുകൾ വർഗീയമാണെങ്കിൽ ഞങ്ങൾ വർഗീയമാണ്. എൻ്റെ സഹോദര, ഇന്ത്യയിൽ 13 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള പാർട്ടിയാണ്, ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടിയാണ്, ഏറ്റവും കൂടുതൽ MP ഉള്ള പാർട്ടിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ ഒക്കെ നിങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഗീയവാദികളാണ്. പക്ഷെ ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ഞങ്ങളുടെ കുഴപ്പമല്ലേ? ഇനി അത് മാറ്റണം. ഞങ്ങൾക്ക് ഭൂരിപക്ഷം വരുന്നു. ദക്ഷിണേന്ത്യയില് ശരിക്കും BJPക്ക് കർണാടക മാത്രമുണ്ട്. പോരല്ലോ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ബാക്കി 3 സ്റ്റേറ്റ് ഉണ്ട്. നിങ്ങളും കൂടി സഹായിച്ച് ഞങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ ഇനിയിപ്പോ ഇലക്ഷൻ വരാതിരിക്കുന്നു, കേരളത്തിൽ അടുത്ത വർഷം ഇലക്ഷൻ വരാതിരിക്കുന്നു. എന്തായിരിക്കും BJPയുടെ ഒരു പദ്ധതികൾ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ രജനീകാന്ത് പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. രജനീകാന്ത് പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രിയാണ് താല്പര്യം. രജനീകാന്ത് പറയുന്നു. ഭാവി നമുക്കറിയത്തില്ല, എങ്കിലും ഇപ്പോൾ പറയുന്നത് വാച. അപ്പോൾ തീർച്ചയായിട്ടും BJP ഇനി അവരുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കുമോ അതോ BJP ഒറ്റയ്ക്കായിരിക്കും? പറയാൻ കഴിയില്ല. രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയം ഒരു കലയാണ്. അത് പല സമയങ്ങളിലും അത് അതിൻ്റെ ചർച്ചയും അതിൻ്റെ ആനുകാലിക അന്തരീക്ഷവും ആ സമയത്ത് കാലാവസ്ഥ അനുസരിച്ച് നിലപാടുകൾ ചെയ്യും. പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണോ? പിണറായി വിജയൻ ഏകാധിപതി ആണോ ചെയ്യുന്നത്? നിങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ല ഏകാധിപതി. ഇതിൽ പിന്നെ ചോദ്യം ഉണ്ടാവില്ല. പിണറായി നല്ലവനാണോ? എന്നോട് ചോദിച്ചത് പിണറായി ഒരു പ്രമുഖനായ ഒരു പത്രപ്രവർത്തനം എന്നോട് ചോദിക്കുന്നത് പിണറായി വിജയൻ ഏകാധിപതി. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ്? ബോധ്യപ്പെട്ടല്ല, ഒരു ആരോപണമുള്ളതാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ആളുകൾ നിങ്ങളല്ലേ? ഒന്ന് ഉറപ്പിക്കാം. കടക്ക് പുറത്തുനിന്ന് പറയുന്നത് നിങ്ങളോടാണ്, പിന്നെ ഇറങ്ങിപ്പോകാൻ പറയുന്നത് നിങ്ങളാണ്, ഞാൻ പറഞ്ഞ മാത്രം എഴുതിയാൽ മതി എന്ന് പറയുന്നത് നിങ്ങളോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖമായിട്ടുള്ള പത്രമായിട്ടുള്ള മാതൃഭൂമിയുടെ ചീഫ് എഡിറ്ററായിരുന്നു എടു ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചത് അവിടെ നിന്നാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന പാർലമെന്റേറിയനായിട്ടുള്ള നമ്മുടെ പ്രേമേന്ദ്രന്റെ പരനാരെന്ന് വിളിച്ച് നമ്മൾ കേട്ടു. അതൊക്കെ പുള്ളിയുടെ ഭാഷയും പുള്ളിയുടെ രീതിയും പുള്ളിയുടെ ബോഡി ലാംഗ്വേജാണ്. അതിന് നമ്മൾ വ്യക്തിപരമായിട്ട് അതിലേക്ക് പോകണം. പിണറായി ഭരണത്തെക്കുറിച്ച് എന്താ? പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് എങ്ങനെയാണ്? പിണറായി വിജയൻ എന്താ ഇവിടെ സദ്യ ഭരണം നടക്കുന്നില്ലല്ലോ. ഞങ്ങൾ കൊടുത്ത കാശ് ചിലവാക്കുക, അതിനൊരു മീഡിയേറ്ററാണ് പിണറായി വിജയൻ. കാരണം ഇന്ത്യ ഗവൺമെൻറ് എല്ലാത്തിലും ഞങ്ങൾ ഒരിക്കലും പാർട്ടി നോക്കാറില്ല, വേറെ സംസ്ഥാനം നോക്കാം. ഞങ്ങൾ കൊടുക്കുന്ന ഭരണം, അതിൻ്റെ പണം കുറേ ചിലവഴിക്കുക, കുറേ ചിലവഴിക്കാതിരിക്കുക, അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകുക. നിങ്ങൾ എവിടെ നോക്കിക്കോ, എല്ലാം അങ്ങനെയല്ലേ. ഇപ്പോൾ കേരളത്തിലെ നഗരങ്ങൾ, അമൃത നഗരങ്ങൾ, ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നു, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. റോഡുകൾക്ക് ഞങ്ങൾ പൈസ കൊടുക്കുന്നു, അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. പാവപ്പെട്ട വീടുകൾ പണിയാൻ വേണ്ടി ഞങ്ങൾ പണം കൊടുക്കുന്നു, വൈദ്യുതിക്ക് വേണ്ടി ഞങ്ങൾ അതിൻ്റെ പണം കൊടുക്കുന്നു. ഇവർ ചോദിച്ചതിന് മുഴുവൻ കൊടുക്കുകയല്ലേ, അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കുറച്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്വന്തം പേരിലാക്കാം. എന്തിനാ ഞാൻ പറഞ്ഞത്? ഇപ്പോൾ ഈ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന LED ബൾബില്ലേ, അത് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന. ഒന്നുകിൽ പേര് മാറ്റും, അല്ലെങ്കിൽ പേര് ചുരുക്കും. ഇപ്പം ദീനദയാൽ ഉപാധ്യായ ആണെങ്കിൽ DU എന്നാക്കും, ആൾക്ക് മനസ്സിലാവില്ലല്ലോ. അതല്ലെങ്കിൽ പേര് മാറ്റും. എല്ലാ സംവിധാനം അങ്ങനെയല്ലേ കേരളത്തിന്? അല്ല, ഞാൻ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതല്ലേ. സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികളാണ്, സെൻട്രൽ ഗവൺമെൻറ് പരിപാടികളുണ്ട്, രക്ഷപ്പെട്ടു പോകുന്നൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. വെടിയുണ്ട ഭാഗത്തെ കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇതുപോലൊരു കുത്തഴിഞ്ഞ കാലയളവ് ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഘട്ടത്തിൽ നോക്കിയാലും മനസ്സിലാവും. വെടിയുണ്ടൊക്കെ ശരിക്കും CPM ഓഫീസിൽ പരിശോധിക്കണം, CPM-ൻ്റെ SDP-യുടെ ഓഫീസിൽ റെയ്ഡ് ചെയ്യണം. അവർ രണ്ടുപേരാണല്ലോ കേരളത്തിൽ കലാപം ഉണ്ടാക്കുന്നത്. എത്ര ലാഘവതയോടെ മുഖ്യമന്ത്രി പറഞ്ഞ വെടിയുണ്ടയെ കുറിച്ച് വളരെ കൂളായിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത്. പ്രതിപക്ഷം മിണ്ടുന്നില്ല, കാരണം SDP-യുടെ വോട്ട് ചെന്നിത്തലേക്ക് വേണം, അവരും മിണ്ടുന്നില്ല. വെറുതെ കൂളായിട്ട് പറഞ്ഞു 2000 പോയത്, 3000 വെടിയുണ്ട പോയത് വെറുതെ പറയാം, 2000 പോയുള്ളൂ, 3000 പോയുള്ളൂ എന്നുള്ള ലെവലിൽ വർത്തമാനം പറയാം. അതല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്തൊരു പാഴ്ച വന്നത് രഹസ്യമായി വെക്കേണ്ട ഒരു CAG റിപ്പോർട്ട് പുറത്തു വന്നു. അതായത് ആ റിപ്പോർട്ട് ഒന്ന് നിയമസഭയിലും അല്ലെങ്കിൽ കേന്ദ്രത്തിനും പോലും കിട്ടേണ്ട റിപ്പോർട്ട് വളരെ രഹസ്യമായിട്ട് വരേണ്ട സംഭവം. അതിനു മുമ്പ് CAG എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്നല്ലോ. അപ്പൊ അതൊരു പാഴ്ചയല്ലേ? കാരണം ഇത്രയും ഗൗരവമുള്ളൊരു സംഭവം
മാധ്യമങ്ങളിലൂടെ അല്ലല്ലോ അറിയേണ്ടത്, അതിനേക്കാളും രഹസ്യമായിട്ട് അന്വേഷിച്ച CAG റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ലാരിറ്റി ഉണ്ട് CAG റിപ്പോർട്ടിന്. കാരണം CAG റിപ്പോർട്ടിൻ്റെ അതിൻ്റെ പല ഇൻസ്പെക്ഷനും പബ്ലിക് ഇൻസ്പെക്ഷനാണ്. അത് ഇന്റേണൽ പബ്ലിക് മീൻസിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അവർ നിരത്തിയിരുത്താണ് ഉണ്ടായിരുന്നത്, നിരത്തിയിരുത്തിയാണ് സംവിധാനങ്ങൾ വരുന്നത്, അതിൻ്റെ രേഖകൾ പരിശോധിക്കുന്നത്. CPM ചോർത്തി കൊടുത്തായിരിക്കും. അവർക്കാണ് കൃത്യമായിട്ട് എണ്ണ അറിയാവുന്നത്. പോയതൊക്കെ അറിയാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രം അതിനകത്ത് ഒരു ഇടപെടൽ നടത്താത്തത്? പ്രത്യേകിച്ച് വെടിയുണ്ടെന്നുള്ളത് ദേശീയ സുരക്ഷയ്ക്ക് ബാധിക്കുന്ന കാര്യമാണ്. കൃത്യമായ സമയത്ത് ഇടപെടും. ഇപ്പം നേരത്തെ ഏഷ്യാനെറ്റ് വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഇടപെടില്ലെന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഇടപെട്ടാൽ പറഞ്ഞല്ലോ എന്തിനും ഇടപെട്ടെന്ന് ചോദിച്ചു. അതൊക്കെ സെൻറ്റർ വളരെ കൃത്യമായി ഇടപെടുന്ന സമയത്ത് ഇടപെടും. എന്തായിരിക്കും കേരളത്തിൽ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് വരെ BJP പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, കേരളം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കേരളം BJPക്ക് അനുകൂലമായിട്ട് പാകപ്പെടുകയാണ്. അന്തരീക്ഷം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷി അല്ലെങ്കിൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന കോൺഗ്രസിന് ജനങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിലാണ് കേരളം നിൽക്കുന്നത്. ഒരു വർഷം കൂടിയുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഈ രാഷ്ട്രീയ സംവിധാനം മാറ്റം ഉണ്ടാകും. കാരണം ഇപ്പോൾ കേരളം കോൺഗ്രസിൻ്റെ പിന്നാലെ പോയിട്ടൊരു കാര്യമില്ലെന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. കാരണം കേന്ദ്രത്തിലില്ല, അടുത്ത കാലത്തൊന്നും വരാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഒരു തോന്നൽ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്ന് മലയാളികളെന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് BJPയുടെ സാധാരണ സ്ട്രാറ്റജി കേരളത്തിൽ ഫലപ്രദമാവില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ പോരായ്മകളുണ്ടാവും, അല്ലെങ്കിൽ മാറ്റങ്ങൾ ആവശ്യമായിട്ട് വരും. അത് ഈ കേരളം എപ്പോഴും വ്യത്യസ്തമായിട്ട് ചിന്തിക്കാറുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങൾ ഒരു ഭാഗത്ത് നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളം കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ബാലറ്റിൽ അധികാരത്തിൽ വന്ന് കേരളത്തിലാണ്. അപ്പോൾ ഈ രണ്ട് മുന്നണികളെയും തകർത്ത് ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും സംസ്ഥാന നേതാക്കൾ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ശരിയില്ലാത്തതുകൊണ്ടാണ് കേന്ദ്രത്തിലുള്ളവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അബോധമുണ്ട്. അതൊക്കെ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ വലിയ കഥയുള്ള കാര്യങ്ങളാണ്. ഞങ്ങളൊരു കേഡർ പാർട്ടിയല്ലേ, മാസമായിട്ടുള്ള കേഡർ പാർട്ടിയാണ്. ഞങ്ങൾക്ക് സെൻട്രൽ ലീഡർഷിപ്പ് വളരെ ശക്തമാണ്. അവരുടെ ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്, അവരുടെ അന്വേഷണം ഉണ്ടാവാറുണ്ട്, അവരുടെ മോണിറ്ററിങ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ജയപരാജയങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം എപ്പോഴും ജയിക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഉദ്ദേശിച്ച പോലെ കിട്ടണമെന്നില്ല. ഒന്നുമില്ലാത്തപ്പോൾ ഞങ്ങൾ നിലനിന്നില്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് ഏതായാലും തീരട്ടെ എന്നാണ്.